നമസ്കാരം. അപ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങടായി പോണേന്നായിരിക്കും വിചാരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മയിലാടിപ്പാറ വരെ പോയേക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കൽപ്പറ്റ വരെ വരാനുള്ള വഴി അറിയത്തുള്ളൂ, അതിനുശേഷം എങ്ങോട്ട് പോകണം എന്നറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് കേട്ടോ മയിലാടിപ്പാറയിലോട്ടുള്ള വഴി. ശ്രമിച്ചാൽ സാധിക്കും. Try it. ഇതങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു വഴിയിലെത്തി. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ഇതപ്പോ ഇവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. മാമാ ബാഹു ആയുധം. ഇതങ്ങനെ നമ്മൾ നമ്മുടെ ആയുധമൊക്കെ എന്തി അവിടെ ചെന്ന് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി. അവിടെ ഒരു ടിക്കറ്റ് സംഭവമൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാര്യം ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വിത്ത് ഗൂഗിൾ ചേച്ചിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ എത്തിപ്പെടില്ലായിരുന്നു ഗൈസ്. അപ്പം ചെന്നപ്പം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞാൻ ആയിട്ട് പറഞ്ഞ് അവളുമാരെ വിളിച്ചിട്ട് പോയതാണ്. അപ്പം എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവളുമാരുടെ വായിലിരിക്കുന്ന മൊത്തവും എനിക്ക് കേൾക്കേണ്ടി വരുമോ എന്ന്. എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ചധികം നേരം ഞങ്ങളവിടെ സ്പെൻഡാക്കി. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ പ്രിയമോൾ ഇങ്ങനെ മരത്തിലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് പ്രാന്തിയെ വെളിയിൽ ഇറക്കി. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ നോക്കിയപ്പം മേലെ മൊത്തം കാഴ്ചക്കാർ TV കാണുന്ന. അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും അവിടെ കോട നിറയാൻ തുടങ്ങി. പിന്നെയും കുറച്ച് അധികം ഷോ ഓഫ് ഞാൻ ഇട്ടു. കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഞാൻ തന്നെയായിരുന്നു മെയിൻ. അതിനാണല്ലോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മുടെ മയിലാടിപ്പാറയോട് ബൈ പറഞ്ഞു. ഞാൻ പോകുന്നു. ബൈ.